ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 കൊമേഴ്സിൻ്റെ ഇക്കണോമിക്സ് ആണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പാർട്ട് 2 ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്യൂയിസ് കനാൽ വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെമോഗ്രഫിക് കണ്ടീഷൻസ് ആണ്. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനായിട്ട് റിലേറ്റ് ചെയ്തത്, അതായത് ജനസംഖ്യയുമായിട്ട്, ആളുകളുടെ എണ്ണവുമായി റിലേറ്റ് ചെയ്തതിന്. അപ്പോൾ ജനസംഖ്യാപരമായ കാര്യങ്ങളെയാണ് ഡെമോഗ്രഫിക് കണ്ടീഷൻസ് എന്ന് പറയാം. നമ്മുടെ ആദ്യത്തെ പോപ്പുലേഷൻ സെൻസസ് നടന്ന ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? 1881 ആദ്യത്തെ സെൻസസ്, അതായത് എത്ര ആളുകളുണ്ട് എന്നുള്ള ആ ഒരു എണ്ണം എടുത്തത്. ഓക്കെ, ആഫ്റ്റർ 1881 ഡെസിനിയൽ എന്ന് പറഞ്ഞാൽ ഓരോ 10 വർഷം കൂടുമ്പോൾ, അതായത് 1881 കഴിഞ്ഞിട്ട് പിന്നത്തെ സെൻസസ് കണക്കെടുപ്പ് നടന്നത് എപ്പോഴാണ്? 1891 അതായത് 10 വർഷം കഴിഞ്ഞിട്ടാണ് സെൻസസ് എടുത്തത്. അപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് പിന്നീട് സെൻസസ് എടുത്ത് തുടങ്ങി. അപ്പോൾ ഇന്ത്യ വാസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ടിൽ 1921. 1921 വരെ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ്റെ ആ ഒരു മാറ്റത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിലായിരുന്നു ഇന്ത്യ. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ബർത്ത് റേറ്റും ഉണ്ടാവും, ഹൈ ഡെത്ത് റേറ്റും ഉണ്ടാവും. കേട്ടോ, ജനനവും കൂടുതലാണ്, അതുപോലെ തന്നെ മരണസംഖ്യയും കൂടുതലായിരുന്നു. അതാണ് ഫസ്റ്റ് ഡെമോഗ്രഫിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന എന്താണ്? 1921 കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് കണ്ടീഷൻ ഇന്ത്യ എത്തിയത്, ഡെമോഗ്രഫിക് ട്രാൻസിഷനിലേക്ക് ഇന്ത്യ എത്തിയത്. അതെന്താ പറയുന്നത്? ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഡിക്ലൈനിങ് ഡെത്ത് റേറ്റ്. എന്താണ്? ജനനസംഖ്യ കൂടുതലാണ്, പക്ഷെ എന്താണ്? മരണസംഖ്യ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കേട്ടോ, അപ്പോൾ എന്താണ്? കുറച്ചുകൂടി കണ്ടീഷൻ നന്നായി തുടങ്ങി രണ്ടാമത്തെ സ്റ്റേജ് എത്തിയപ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് ഡെമോഗ്രഫിക് കണ്ടീഷനിൽ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡെമോഗ്രഫിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. അപ്പോൾ എന്തൊക്കെയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡെമോഗ്രഫിക് പോപ്പുലേഷൻ്റെ കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. നമുക്ക് സാധാരണ ചോദിക്കാറില്ല, എന്നാലും ഒന്ന് വായിക്കാം നമുക്ക്. വെരി ലോ ലിറ്ററസി ലെവൽ. ലിറ്ററസി ലെവൽ എന്ന് പറയുന്നത് എന്താണ്? എഴുത്തും വായനയും അറിയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരാൾ ലിറ്ററേറ്റ് ആണെന്ന് പറയാം. കേട്ടോ, അപ്പോൾ വെരി ലോ ലിറ്ററസി ലെവൽ, അതായത് എഴുത്തും വായനയും അറിയുന്ന ആൾക്കാരുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? അത് 16%, അതായത് വളരെ താഴെയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് 100 പേരിൽ 16 പേർക്ക് എഴുത്തും വായനയും അറിയുമായിരുന്നുള്ളൂ, അങ്ങനെ നമുക്ക് പറയാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വെരി ലോ ഫീമെയിൽ ലിറ്ററസി. അതിൽ തന്നെ പെണ്ണുങ്ങൾ എത്ര പെർസെൻറ്റേജ് ആണ്? ആകെ 7% മാത്രമേ എഴുത്തും വായനയും അറിഞ്ഞിരുന്നുള്ളൂ. മൂന്നാമത്തെ എന്താ പറയുന്നത്? പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ്, അതായത് ഹോസ്പിറ്റലോ ക്ലിനിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരിക്കാം എന്തിൻ്റെ റീസൺ? ഡെത്തിൻ്റെ റേറ്റൊക്കെ കൂടാനുള്ള റീസൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇൻഎഡിക്വറ്റ് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ക്രിയേറ്റഡ് വൈഡ് സ്പ്രെഡ് ഡിസീസസ്. അല്ലേ, ആവശ്യത്തിന് എന്താണ്? ഹോസ്പിറ്റലുകളോ ക്ലിനിക്കുകളോ ഡോക്ടറുടെ സേവനമോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പകർച്ചവ്യാധി പോലെ എന്തെങ്കിലും ഒരാൾക്ക് വരികയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ ഏരിയയിലൊക്കെ പടർന്നു പിടിച്ചിരുന്നു. നെക്സ്റ്റ് എന്താണ്? വെരി ഹൈ മോർട്ടാലിറ്റി റേറ്റ്. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. അലാമിങ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫാൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾ. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ മരണസംഖ്യ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്? 1000 കുട്ടികൾ ജനിച്ചാൽ അതിൽ 218 കുട്ടികളും മരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഹൈ ആയിരുന്നു ആ ശിശു മരണക്കണക്ക് എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? വെരി ലോ ലൈഫ് എക്സ്പെക്റ്റൻസി. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം വരെ ജീവിക്കും, അതിനെയാണ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയാം. ഇപ്പോഴത്തെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്ക് എന്ത് പറയാം? ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ വരെയൊക്കെ എല്ലാവരും ജീവിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ പറയാം. അപ്പോൾ ബ്രിട്ടീഷ് പീരീഡിൽ എങ്ങനെയായിരുന്നു? 30-32 വയസ്സാകുമ്പോഴേക്കും ആൾക്കാർ മരണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ എത്രയാണ് പറയുന്നത്? ഇപ്പോഴത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 69 അല്ലേ? അപ്പോൾ അത്രയും വ്യത്യാസം. 30-32 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ്? എന്താണ്? ചെറുപ്പക്കാരാണ്. അപ്പോൾ ചെറുപ്പത്തിലേ അവർ പല രോഗങ്ങളൊക്കെ ബാധിക്കപ്പെട്ട് മരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റത്തെ പോയിന്റ് എന്താണ്? എക്സ്റ്റെൻസീവ് പോവർട്ടി പ്രിവെയിൽഡ് വിച്ച് വേഴ്സൺ ദ പ്രൊഫൈൽ ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ. എക്സ്റ്റെൻസീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യമാണ് എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ജസ്റ്റ് പറയാം എന്തൊക്കെയാണ്. ലിറ്ററസി ലെവലിന് 2 പോയിന്റ് ഉണ്ട്. വെരി ലോ ലിറ്ററസി ലെവലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫീമെയിൽ ലിറ്ററസി ലോ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? പബ്ലിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അൺഅവൈലബിൾ ആയിരുന്നു. അൺഅവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഡിസീസസ് ആൾക്കാരുടെ ഇടയിൽ പടർന്ന് പിടിച്ചിരുന്നു.
ഇനി അടുത്ത പോയിന്റ് എങ്ങനെ കണക്ട് ചെയ്ത് പറയാം? ഡിസീസസ് പടർന്ന് പിടിച്ചിരുന്നത് കൊണ്ട് തന്നെ എന്താണ് മോർട്ടാലിറ്റി റേറ്റ്, മരണസംഖ്യ കൂടുതലായിരുന്നു. അതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് പറയാം? ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, കുട്ടികളുടെ മരണസംഖ്യയും കൂടുതലായിരുന്നു എന്ന് പറയാം. പിന്നെ എന്താണ്? ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവായിരുന്നു. ആൾക്കാരുടെ ഇടയിൽ എന്താണ്? പോവർട്ടി നിലനിന്നിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ആണ്. അത് ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? ഫ്രാങ്ക് നോട്ടസ്റ്റീൻ ആണ് ഫോർമുലേറ്റ് ചെയ്തത്. ഫ്രാങ്ക് നോട്ടസ്റ്റീൻ ആണ് അത് ഫോർമുലേറ്റ് ചെയ്തത്. ആ തിയറി പ്രകാരം എന്താ പറയുന്നത്? എവറി കൺട്രീസ് പോപ്പുലേഷൻ പാസസ് ത്രൂ 3 ഡിസ്റ്റിങ്റ്റീവ് സ്റ്റേജസ്. ഏതൊരു രാഷ്ട്രമായിക്കോട്ടെ അതിൻ്റെ പോപ്പുലേഷൻ 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്? ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നോക്കി വയ്ക്കുക, കൺട്രി എങ്ങനെയായിരിക്കും? അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. അതായത് പുരോഗതി ഇല്ല അല്ലേ? പുരോഗതി തീരെ ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലാത്തൊരു നേഷൻ ആയിരിക്കും ആദ്യത്തെ സ്റ്റേജിൽ. പിന്നെ അവരുടെ പ്രധാന വരുമാന മാർഗം ഏതായിരിക്കും? അഗ്രികൾച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ അഗ്രേറിയൻ എക്കണോമി ആണെന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ്? ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഹൈ ആയിരിക്കും കേട്ടോ. എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും കേട്ടോ. പിന്നെന്താണ്? നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ഒന്നുകൂടി പറയാം, അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ആണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെ ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കൂടുതലായിരിക്കും, എക്കണോമിക് ഗ്രോത്ത് കുറവായിരിക്കും. അതുപോലെ തന്നെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും ലോ ആയിരിക്കും കേട്ടോ. അപ്പോൾ 5 പോയിന്റ് ആണുള്ളത്. ഇനി ഇതേ 5 പോയിന്റിൽ വരുന്ന മാറ്റങ്ങളാണ് ഏതിൽ പറയുന്നത്? സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും പറയുന്നത് കേട്ടോ. സെക്കൻഡ് സ്റ്റേജിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു അണ്ടർ ഡെവലപ്ഡ് ആണ്, തീരെ പുരോഗതി ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. സെക്കൻഡ് സ്റ്റേജ് ആയപ്പോൾ അതെന്തായി? ഡെവലപ്പിംഗ് എക്കണോമി ആയി, ചെറിയൊരു പുരോഗതിയൊക്കെ നമ്മുടെ നാട് കാണിച്ചു തുടങ്ങി. പിന്നെന്താണ്? ഡെത്ത് റേറ്റ് കംസ് ഡൗൺ. നേരത്തെ പറഞ്ഞു ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കൂടുതലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജിലെത്തിയപ്പോൾ എന്താണ്? ഡെത്ത് റേറ്റ് കുറഞ്ഞു വന്നു. പിന്നെന്താണ്? പക്ഷേ ബർത്ത് റേറ്റ് എന്താണ്? ഇപ്പോഴും ഹൈ തന്നെയാണ്. ഇനി നാഷണൽ ഇൻകം ഇൻക്രീസസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. നാഷണൽ ഇൻകം കൂടുന്നുണ്ട്, പക്ഷെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്താ വരുന്നത്? മൂന്നാമത്തെ സ്റ്റേജിൽ ഡെവലപ്ഡ് ആയി കേട്ടോ. ഡെവലപ്മെൻറ്റ്, കൺട്രിക്ക് അത്യാവശ്യം പുരോഗതിയൊക്കെ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ബർത്ത് റേറ്റും കുറഞ്ഞു, ഡെത്ത് റേറ്റും കുറഞ്ഞു കേട്ടോ. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ വലിയ തോതിലൊന്നും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല. പിന്നെന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബണൈസേഷൻ ഇംപ്രൂവ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്. പുതിയ ഫാക്ടറികൾ വരുന്നതും പുതിയ സിറ്റി ഏരിയസിലേക്ക് ആൾക്കാർ മാറി തുടങ്ങിയതും എന്താണ്? ലിവിങ് സ്റ്റാൻഡേർഡ്സ്, ജീവിത നിലവാരം കൂട്ടി എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? സ്മോൾ ഫാമിലി ബിക്കംസ് ദ നോം. അണുകുടുംബം, ന്യൂക്ലിയർ ഫാമിലിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് കേട്ടോ. അപ്പോൾ 3 സ്റ്റേജാണ്. അണ്ടർ ഡെവലപ്ഡ് ആണ് ഫസ്റ്റ് സ്റ്റേജ്, ഡെവലപ്പിംഗ് ആണ് സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആണ് കേട്ടോ. അപ്പോൾ അത്രയാണ് അതിൽ പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കി വയ്ക്കുക. ദ ഇയർ 1921 ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് കേട്ടോ. അതൊന്ന് നോക്കി വയ്ക്കുക, ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ഒക്യുപ്പേഷണൽ സ്ട്രക്ചറിലാണ്. നമ്മളിപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത്? പോപ്പുലേഷൻ, ഡെമോഗ്രഫി ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് ഒക്യുപ്പേഷണൽ സ്ട്രക്ചറാണ്, അതായത് ആൾക്കാരുടെ ജോലിയിലുള്ള സ്ട്രക്ചറാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് സെക്ടറിനെ, തൊഴിലിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട്, 3 തരമായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, അതായത് അഗ്രികൾച്ചറൽ സെക്ടർ, കൃഷിയുമായി ബന്ധപ്പെട്ട സെക്ടറിനെ നമ്മൾ ഏത് പറയും? പ്രൈമറി സെക്ടർ എന്ന് പറയും. നെക്സ്റ്റ് എന്താണ്? സെക്കൻഡറി ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. തേർഡ് വൺ ടേർഷ്യറി അല്ലെങ്കിൽ സർവീസ് സെക്ടർ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ ഏതാ വരുന്നത്? അതായത് പ്രൈമറി സെക്ടറിൽ വരുന്നത് അഗ്രികൾച്ചറും അലൈഡ് ആക്ടിവിറ്റീസും, അഗ്രികൾച്ചറും അനുബന്ധ പ്രവർത്തനങ്ങളും. കൃഷി വരാം, അതിൽ ഫോറസ്ട്രി വരാം അല്ലേ, വനപരിപാലനം വരാം, ഫിഷിങ് വരാം, മീൻപിടുത്തം വരാം, മൈനിങ്ങും ക്വാറിയിങ്ങും അല്ലേ, ഈ ഖനനമൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? പ്രൈമറി സെക്ടർ. അതായത് നേച്ചറിനായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെക്ടറാണ് ഏത് സെക്ടർ? പ്രൈമറി സെക്ടർ എന്ന് പറയാം. ഓക്കെ,
ഇനി രണ്ടാമത്തെ സെക്ടർ എന്താണ്? രണ്ടാമത്തെ സെക്ടർ കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നിലേക്ക് വന്നു അല്ലേ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും അതിനെയൊക്കെ നമുക്ക് ഏതിൽ പെടുത്താം? സെക്കൻഡറി സെക്ടറിൽ പെടുത്താം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ്, ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി അല്ലേ. അരിയും ഗോതമ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, തുണിത്തരങ്ങൾ അല്ലെ, റെഡിമെയ്ഡും ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ്, അതൊക്കെ ഏതിൽ വരുന്നതാണ്? രണ്ടാമത്തെ സെക്ടറായ സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ടേഴ്ഷ്യറി സെക്ടറാണ്. അതായത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ടീച്ചിങ്, ലോയർ, ഡോക്ടർ അല്ലെ, അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. നിങ്ങൾക്ക് എന്താണ് മൊബൈൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഏതിൽ വരുന്നതാ? ബാങ്കുകൾ, അതൊക്കെ ഏതിൽ വരുന്നതാ? അതൊക്കെ സർവീസ് സെക്ടറിൽ വരുന്നതാണ്. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ട് മേടിക്കുന്നില്ല അല്ലേ. നിങ്ങളൊരു കടയിൽ പോയിട്ടൊരു സാധനം മേടിക്കുക, ഒരു പൈസ കൊടുത്താൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് ഇല്ലേ. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ബസ്സിൽ കയറുകയാണ് അല്ലേ. ബസ്സിൽ കയറുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, തിരിച്ച് നിങ്ങൾക്ക് കയ്യിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്താ അവിടെ ഉപയോഗിക്കുന്നത്? നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആ സർവീസ്, അവർ തരുന്ന സേവനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സേവനത്തിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പൈസ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സെക്ടറിനെയാണ് എന്ത് പറയുന്നത്? ടേഴ്ഷ്യറി സെക്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് ടേഴ്ഷ്യറി സെക്ടർ. 3 സെക്ടറാണ്: അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, പിന്നെ ഏതാണ്? ടേഴ്ഷ്യറി അല്ലെങ്കിൽ സർവീസ് സെക്ടർ. കേട്ടോ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടിയാണ്. ബ്രിട്ടീഷ് പീരീഡിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ്റെ 70 തൊട്ട് 75% വരെ ആൾക്കാരും ചെയ്തിരുന്ന പണി എന്താണ്? അഗ്രികൾച്ചറാണ്. ആകെ 10% മാനുഫാക്ചറിങ് ഓക്യുപ്പേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആകെ 10% മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നുള്ളൂ. 15 തൊട്ട് 20% സർവീസ് സെക്ടറിൽ വന്നിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ് കേട്ടോ. നമ്മുടെ റോഡ്, റെയിൽവേ, അതൊക്കെ ഏതിൽ വരും? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള ഫെസിലിറ്റീസിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വാട്ട് ആർ ദ റിയൽ മോട്ടീവ് ഓഫ് ദി ബ്രിട്ടീഷ് ഇൻ കേസ് ഓഫ് സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്? 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ ശരിക്കുമുള്ള മോട്ടീവ്, ഉദ്ദേശം? ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഫെസിലിറ്റീസ്, അതായത് റോഡും റെയിൽവേയും ഒക്കെ കൊടുത്തുകൊണ്ട് അവർ എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? ഓക്കെ, എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിരുന്നത് ഏത് സമയത്താണ്? കൊളോണിയൽ റൂൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്താണ്. 1 വേർഡ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഇനി ബ്രിട്ടീഷുകാരുടെ മോട്ടീവ് എന്തൊക്കെയായിരുന്നു നോക്കാം. എന്തിനാണ് അവർ നമുക്ക് റോഡും റെയിൽവേ ഒക്കെ തന്നത്? നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല അല്ലേ. അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. The British had their own selfish motives in developing infrastructure such as railways, ports, post, telegraph, water transport, etc., which contributed to India's economic growth in later years. കേട്ടോ, ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെ വരുന്നുണ്ട്? റെയിൽവേയും പോർട്ടുകളും അല്ലേ, പോർട്ട്, സീപോർട്ട് അല്ലേ, പോസ്റ്റ്, ടെലിഗ്രാഫ്, വാട്ടർ ട്രാൻസ്പോർട്ട് ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ റെയിൽവേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കണ്ടോ, ട്രെയിൻ കാണിക്കുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്? 1850-ലാണ്. 1850-ലാണ് ആദ്യത്തെ റെയിൽവേ ലൈനും റെയിൽവേ ഒക്കെ നമുക്ക് വന്നത്. അതിന് 3 റിസൾട്ട്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ആദ്യത്തെ ഉപയോഗം എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, പണ്ടൊക്കെ എന്താണ് നമുക്കറിയാം, തീരെ കാറും ബൈക്കും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ഉപയോഗമായത് എന്താണ്? ഇങ്ങനെയുള്ള റെയിൽവേസ് ആണ്. അത് ബൗണ്ടറികൾ ഇല്ലാതെയാക്കി എന്നാണ് പറയുന്നത് അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു പോകണമെങ്കിൽ ദിവസങ്ങൾ എടുക്കും. പക്ഷേ റെയിൽവേ ഉപയോഗിച്ചിട്ട്, ട്രെയിൻ ഉപയോഗിച്ചിട്ട് അവർക്ക് വളരെ എളുപ്പം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റി. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഇനാബിൾ പീപ്പിൾ ടു ഗോ ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ. ദൂരമുള്ള വഴിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെയിൽവേസ് ഹെൽപ്പ് ചെയ്തു. പിന്നെന്താണ്? ഇറ്റ് ബ്രോക്ക് ജോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബൗണ്ടറീസ് അല്ലേ. ഒരു സംസ്ഥാനം, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ആ ബുദ്ധിമുട്ടുകൾ, ആ ബാരിയർ, ആ തടസ്സങ്ങളൊക്കെ റെയിൽവേ ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് കണക്റ്റഡ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് വിത്ത് മാർക്കറ്റ്, ദേ ബൈ ലീഡിങ് ടു ഗ്രോത്ത് ഓഫ് ട്രേഡ്. നമുക്കറിയാമല്ലേ, ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്ന സാധനങ്ങൾ, കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രൊഡക്ഷൻ സെൻറ്ററും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റും തമ്മിലുള്ള ദൂരം ഇല്ലാതാക്കിയെന്നാണ് പറയുന്നത്.
നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് നമുക്ക് എവിടെ വേണമെങ്കിൽ ആരെ കണ്ടുപിടിക്കാം? കസ്റ്റമറിനെ കണ്ടുപിടിക്കാം അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് എളുപ്പമാക്കി. അതുവഴി എന്തിന് ഹെൽപ്പ് ചെയ്തു? മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനും നമ്മുടെ ട്രേഡും ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ലെഡ് ടു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിനെ വ്യാവസായവൽക്കരിച്ചു അല്ലേ. ദിസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ഇന്ത്യസ് ഫുഡ് സെൽഫ് സഫീഷ്യൻസി. അപ്പോൾ അങ്ങനെ എന്താണ് പറയുക, അങ്ങനെ ഒരു സ്റ്റേറ്റോ ഒരു കൺട്രിയോ എന്നുള്ള ബോർഡറൊന്നും ഇല്ലാതായപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. ഈവൻ ഫുഡ് ഗ്രെയിൻസ്, നമ്മുടെ ഭക്ഷിക്കാനുള്ള അരി പോലും അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഉള്ളിൽ പല കാര്യങ്ങൾക്കും, ഭക്ഷണത്തിനായിക്കോട്ടെ ബാക്കി വസ്തുക്കൾക്കൊക്കെ ക്ഷാമം വന്നു തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ 3 റിസൾട്ടാണ് റെയിൽവേയുടെ പറയുന്നത്. ഒന്ന്, ഇറ്റ് ഹെൽപ്പ് പീപ്പിൾ ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ, അത് പറയാം. രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇറ്റ് ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് അല്ലേ. ഇറ്റ് ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ഓഫ് ട്രേഡ് ബിക്കോസ് ഇറ്റ് കണക്റ്റഡ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് വിത്ത് ദ മാർക്കറ്റ്. പ്രൊഡക്ഷൻ സെൻറ്റേഴ്സും മാർക്കറ്റും കണക്റ്റഡ് ആയതോടുകൂടി ട്രേഡ് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. മൂന്നാമത്തെ എന്താ പറയുന്നത്? ഇറ്റ് ലെഡ് ടു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ വിച്ച് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ഇന്ത്യസ് ഫുഡ് സെൽഫ് സഫീഷ്യൻസി. ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 പോയിന്റുകൾ വരുന്നത്. ഇനി എന്താണ് അടുത്ത പോയിന്റ്? എന്താണ്? ഇൻലൻഡ് ട്രേഡും സീ ട്രാൻസ്പോർട്ടും ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇൻലൻഡ് ട്രേഡും സീ ട്രാൻസ്പോർട്ടും ഒക്കെ. പോസ്റ്റും ടെലിഗ്രാഫും ഡെവലപ്പ് ചെയ്തു 1837. പുതിയ പോർട്ടുകളും ഹാർബറുകളും ഒക്കെ ആരുണ്ടാക്കി? ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി. ഓക്കെ, പിന്നെന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽവേസ് ആൻഡ് പോർട്സ് ഇൻക്രീസ് ഇന്ത്യസ് ട്രേഡ് വിച്ച് അൾട്ടിമേറ്റ്ലി ബെനിഫിറ്റഡ് ദ ബ്രിട്ടീഷ്. ഇതുപോലെയുള്ള റെയിൽവേയും തുറമുഖങ്ങൾ ഒക്കെ വന്നതോടുകൂടി എന്താണ്? ഇന്ത്യയുടെ ട്രേഡ് അല്ലേ, കച്ചവട സാധ്യതകൾ വർദ്ധിപ്പിച്ചു. അത് ബ്രിട്ടീഷുകാർക്ക് നേട്ടമായി, പക്ഷേ ഇന്ത്യക്കാർക്ക് അത് ഒരു തിരിച്ചടിയായി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റോഡ്സ് പുതിയത് ഡെവലപ്പ് ചെയ്തു. അത് എന്തിനു വേണ്ടിയായിരുന്നു? മൊബിലൈസിങ് ദ ആർമി വിത്തിൻ ഇന്ത്യ. അവർക്ക് സുഗമമായിട്ട് അവരുടെ ആർമിക്ക് മൂവ് ചെയ്യാനായിരുന്നു പുതിയ റോഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായോ അതൊക്കെ ശരിക്കും നമ്മുടെ ഗുണത്തിന് വേണ്ടിയായിരുന്നില്ല. ആരെ കണ്ടിട്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഗുണത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു മെയിൻ ചേഞ്ച് എന്തായിരുന്നു? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ അവർ പ്രോത്സാഹിപ്പിച്ചു. ഇനി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക. ടാറ്റ എയർലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണ്? 1932 ആണ്. ഏറ്റവും ആദ്യമായിട്ട് വന്നത് ആരാണ്? ടാറ്റ എയർലൈൻസ് ആണ്. ഇയർ എന്താണ്? 1932 ആണ്. ഇപ്പോൾ നിങ്ങൾ അടുത്ത് കേട്ടിട്ടുണ്ടാവും എയർ ഇന്ത്യ ഒക്കെ ടാറ്റ ടേക്ക് ഓവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത്രയും വർഷം മുമ്പ് ഏറ്റവും ആദ്യം എയർലൈൻസ് തുടങ്ങിയത് ആരാണ്? ഈ ഫ്ലൈറ്റ് ഒക്കെ തുടങ്ങിയത് ആരാണ്? ടാറ്റയാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്താണ്? വാട്ട് ആർ ദി 2 പോസിറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായ ഗുണങ്ങൾ? പോസിറ്റീവ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പറയാം. അതുപോലെ തന്നെ ഏതാണ്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും പറയാം കേട്ടോ. ഇനി കൺക്ലൂഷൻ പറയുന്നുണ്ട്. British policies ruin both our agriculture and industries. Foreign trade was meant to feed the industries in England, protecting കൊളോണിയൽ ഇൻട്രസ്റ്റ്. എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാരും അവർ കൊണ്ടുവന്ന പോളിസീസും നമ്മുടെ നാടിനെയും നമ്മുടെ ഇൻഡസ്ട്രിയെയും ഒട്ടാകെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഫോറിൻ ട്രേഡോ കച്ചവടങ്ങളോ ഒക്കെ വന്നിട്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൊളോണിയൽ റൂള് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാർക്ക് ബാക്കി എന്തുമാത്രമായിരുന്നു? പോവർട്ടിയും ഫുഡ് ഷോർട്ടേജും, അതായത് ദാരിദ്ര്യവും ഭക്ഷണമില്ലാത്ത അവസ്ഥയും മാത്രമായിരുന്നു ഇന്ത്യക്കാർക്ക് ഉണ്ടായെന്നാണ് പറയുന്നത്. ആദ്യത്തെ യൂണിറ്റ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും എക്സ്പ്ലനേഷൻ വേണ്ട, കുറച്ചുകൂടി ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് അതിനനുസരിച്ച് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ.